കർണാടകത്തിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ മകൻ്റെ സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്ന ബോസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് പൊളിറ്റിക്കൽ കണക്ഷൻ അതിന് പിന്നിലുണ്ട്. അതാണ് എനിക്ക് അതിനുള്ള കർണാടകയിലാണ് അയാൾ കഴിഞ്ഞിരിക്കുന്നത്. ജിമ്മി, കർണാടകയിൽ ഇൻഫ്ലുവൻസ് എന്തിനാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്? ഇപ്പോഴും സുള്ളിയിലും ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബംഗളൂരുവിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ അയാളുണ്ട്. അയാൾക്ക് അവിടെ ആരുടെ സ്വാധീനവും ആരുടെ സംരക്ഷണവുമാണ് കിട്ടുന്നത്? ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. തൽക്കാലം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്ന് അറസ്റ്റിലാവുന്നു, എവിടെ നിന്ന് പിടികൂടുന്നു എന്നതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് MLA സ്ഥാനം രാജിവെക്കണം. MLA സ്ഥാനം 8 ദിവസമായി. എങ്ങനെയാണ് നിങ്ങളൊരു നേതാവിനെ സംരക്ഷിച്ചു പിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനം തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാന്നേ. പക്ഷെ ഗോവിന്ദചാമിക്ക് അതില്ല, ബണ്ടിച്ചോറിന് അതില്ല. പക്ഷെ ഇവിടെ ഈ പെർവേർട്ടിന് ഒരു പൊളിറ്റിക്കൽ സ്വാധീനമുണ്ടായിരുന്നു. ആ സ്വാധീനമാണ് ഇതാ ഈ നിമിഷം വരെയും. അതുകൊണ്ടാണ് ഇതിനകത്ത് കോൺഗ്രസിന് വലുതായിട്ട് അഭിമാനിക്കാനില്ല എന്ന വാദമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ കോൺഗ്രസ് അഭിമാനിക്കുന്നുണ്ടല്ലോ, ഇത് മാതൃകാപരമായ തീരുമാനമാണ്. നിയമസഭയിൽ 2 MLA മാർ ഇരിപ്പുണ്ട്. എന്താ തീരുമാനം? എൽദോസ് കുന്നപ്പള്ളി റേപ്പ് കേസിലെ പ്രതി അക്യൂസ്ഡ് അല്ലേ. മറ്റേ രണ്ടാമത്തെ MLA പേര് വിൻസെന്റ്, കോവളത്തു നിന്ന് വന്നതാ. ആരോപണം ഉയർന്നതിന് ശേഷവും സീറ്റ് കൊടുത്തു. ഇതാണോ കോൺഗ്രസിന്റെ തീരുമാനം? അപ്പോൾ റേപ്പിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പാർട്ടി യാതൊരു പരിഗണനയും നൽകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി എവിടെ ഇരിക്കുക? എങ്ങനെയാണ് അവിടെ വിൻസെന്റ് ഇരിക്കുക? ഈ രണ്ടുപേരെയും നിയമസഭയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ കഴിയില്ല.